Welcome to Garam Masala, the magic spices of cooking. Beef macaroni. ഇനി നമുക്ക് macaroni തയ്യാറാക്കിയെടുക്കാം. ഒരു സ്പൈസി വേർഷൻ ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനെ നമുക്ക് സ്നാക്ക് ആയും മെയിൻ ഡിഷ് ആയും എല്ലാം സെർവ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു വലിയ വെസലിൽ വെള്ളം ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എൽബോ പാസ്ത അഥവാ മെക്രോണിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം. പാസ്ത വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള ഒരു പട്ട ഇവ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 2 സവാള സ്ലൈസ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ വീതം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണിത്. ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളിയാണിത്. ഈ തക്കാളിയെ കൂടെ ഞാൻ സ്ലൈസ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ തക്കാളി കുക്കായി വരണം. നമ്മുടെ തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലോട്ട് ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചു വെച്ചിട്ടുള്ള ബീഫാണിത്. 1 കപ്പ് ബീഫ് ഉണ്ട് ഇത്. നമുക്കിതിനെ മസാലയിലോട്ട് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിന്റെ റോ സ്മെൽ ഒന്ന് പോകണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മാക്രോണിയും കുക്കായി വന്നിട്ടുണ്ട്. ഓവർ കുക്ക് ആകരുത്. നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം. നമ്മുടെ മസാല തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് മല്ലിയില, 1/2 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് വേണമെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഗരം മസാല പൗഡർ ചേർക്കുന്നില്ല. ആദ്യമേ കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്തിട്ടുണ്ട്. ടേസ്റ്റി ആൻഡ് സ്പൈസി ബീഫ് മാക്രോണി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.